കേരളത്തിലുള്ള എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്. ഡിവൈൻ എനർജിയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പം കാർഡ് എടുത്ത് നോക്കുമ്പോൾ പറയും പക്ഷിശാസ്ത്രമാണോ, അതിന് എനിക്ക് വഴിയരികിൽ പോയാൽ പോരെ. ടാരോ കാർഡ് നന്നായി പഠിച്ച് അതിൻ്റെ ടീച്ചിങ് കോഴ്സും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ആ ഡിവൈൻ എനർജിയിൽ വരുന്നവരും അതോടൊപ്പം തന്നെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ടാരോ കാർഡിൽ നമ്മൾ റീഡ് ചെയ്യുന്ന പലതും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സഞ്ചിത കർമ്മയുടെ പ്രഭാവമായി. ടാരോ കാർഡ് ശരിക്കും ജ്യൂസിന്റെ ഒരു മൊഡാലിറ്റിയാണ്. ജീസസിന്റെ ഫാദർ നല്ലൊരു മരപ്പണിക്കാരനായിരുന്നു. മരപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ജ്യോതിഷം ഉണ്ടാവുമല്ലോ, അളവുപോലും കാര്യങ്ങളും. ടാരോട്ട് കാർഡ് ഹീലിംഗ് ഒരു പ്രീമിയം സെഗ്മെന്റിൽ നിൽക്കുന്ന ജ്യോതിഷന്മാർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടാരോട്ട് കാർഡ്. ഇത് ശരിക്കും ഈ റീസെൻ്റ്ലി വന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലേ, ഒരു കൊമേഴ്ഷ്യൽ മെക്കാനിസം അല്ലേ ടാരോട്ട് കാർഡ് എന്ന് പറയുന്നത്? ഇത് ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. അത് ഞാൻ മീരയിലേക്ക് ചോദിക്കുന്നു, എന്താണ് ടാരോട്ട് കാർഡ്? സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. ആക്ച്വലി ഇത് 1800 ലോകത്ത് പ്രചാരത്തിൽ വന്ന ഒരു മൊഡാലിറ്റിയാണ് ടാരോ കാർഡ്. ഇത് ശരിക്കും ഹീബ്രു, അതായത് ജ്യൂസിന്റെ ഇടയിലാണ് ആദ്യമകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നത്. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് ഈസ്റ്റേൺ കൺട്രീസിൽ മുഴുവനായി. അത് കഴിഞ്ഞിട്ടാണ് ഏഷ്യൻ കൺട്രീസിലേക്ക് അത് വരുന്നത്. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇതിന്റെ കൂടുതൽ ബിലീവേഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഇത് മാർക്കറ്റിംഗ് ആണോ എന്ന് ചോദിക്കാനുള്ള ഒരു കാരണം, നമ്മൾ കേരളീയർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും, എസ്പെഷ്യലി നമ്മൾ കേരളീയരാണ്, ഞാനൊരു കേരളീയനാണെന്ന് അഭിമാനത്തോടെ പറയുന്നതോടൊപ്പം പറയാം, എന്ത് സാധനം കണ്ടാലും ഞാൻ ഡൗട്ട്ഫുള്ളി അതിന് നോക്കുള്ളൂ, അല്ലെ? അത് നമ്മള് കാരണം വേറൊന്നുമല്ല, കേരളത്തിലുള്ള എല്ലാവരും അഭ്യസ്ത വിദ്യരാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ഡിഗ്രി അല്ലെങ്കിൽ ഡ്യുവൽ PG ഇല്ലാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാരാണ് എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് ഉള്ളൂ. അത് എഡ്യൂക്കേറ്റഡ് അല്ല എന്ന് പറയുമ്പോൾ പോലും അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു ഡിഗ്രി ഉണ്ടാവും, അല്ലെ? കാരണം ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഒരാളും ഇല്ല. അതാണ് കേരളത്തിന്റെ ഒരു വലിയ അനുഗ്രഹം. അതോടൊപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിൽ അതൊരു അനുഗ്രഹം ആകുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെപ്പോഴും കാണുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയിട്ടാണ്. അപ്പൊ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ, കാശടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലുമല്ല. ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിവൈൻ എനർജിയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പം കാർഡ് എടുത്ത് നോക്കുമ്പോൾ പറയും പക്ഷിശാസ്ത്രമാണോ, അതിന് എനിക്ക് വഴിയരികിൽ പോയാൽ പോരെ. പക്ഷിശാസ്ത്രം എന്ന് പറയുന്നതിനെ പുച്ഛിച്ച് തള്ളേണ്ട കാര്യമില്ല. കാരണം പണ്ട് കാലങ്ങളിൽ ഈ ഒരു നമ്മുടെ ടാരോ കാർഡിന്റെ തന്നെ ഒരു ചെറിയ രൂപം പണ്ടുള്ള കൈനോട്ടക്കാരും നമുക്കതായിരുന്നല്ലോ പാമിസ്ട്രി. ഇപ്പോഴും പാമിസ്ട്രി ഭയങ്കര, നോർത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ഡിഗ്നിറ്റിയാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ സൗത്തിലേക്ക് വരുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ആണ് അതിൻ്റെ വില പോകുന്നത്. പലരും പണ്ട് പക്ഷികളുടെ ശാസ്ത്രം എടുത്തു വെച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞത് അച്ചട്ടായിരുന്നു. കാരണം നല്ലൊരു റീഡറിന്, അതിപ്പോ ഏതൊരു മേഖലയിലാണെങ്കിലും നല്ല നല്ല ജ്യോതിഷന്മാരുണ്ട്, അവിടെ ഫേക്ക് കാണിക്കുന്നവരുണ്ട്. നല്ല നല്ല എന്താ പറയാ ഹീലേഴ്സ് ഉണ്ട്, അവരിലും ഫേക്ക് കാണിക്കുന്നവരുണ്ട്. നല്ല നല്ല ഹിപ്നോട്ടിസം പഠിച്ച് അത് നന്നായിട്ട് ചെയ്യുന്ന ഹിപ്നോസിസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അവരിലും ഫേക്ക് ഉണ്ട്. അതേപോലെ തന്നെ ടാരോ കാർഡ് നന്നായി പഠിച്ച് അതിന്റെ ടീച്ചിങ് കോഴ്സും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ആ ഡിവൈൻ എനർജിയിൽ വരുന്നവരും അതോടൊപ്പം തന്നെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പം നമുക്ക് നെറ്റിൽ എടുത്ത് നോക്കിയാൽ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണാം. അത് സാധാരണ ഒരു ടാരോ പ്രാക്ടീഷണർ പഠിക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ നമ്മൾ ഈ ടാരോ കാർഡ് നിരത്തി വെച്ച് നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് ഒരു ആവശ്യം പറഞ്ഞ് നമ്മളത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് പവറും കൂടി അതിനകത്ത് പ്രവർത്തിക്കണം. അപ്പോൾ മാത്രമേ ആ റീഡിങ് കറക്റ്റ് ആവുള്ളൂ. അതാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ക്ലയന്റിന് അതിന് ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. അത് ആ ഡിവൈൻ എനർജി തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഈ ടാരോ കാർഡ് ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷം ഇതിന് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മൊഡാലിറ്റിയാണ്. ടാരോ കാർഡിൽ നമ്മൾ റീഡ് ചെയ്യുന്ന പലതും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സഞ്ചിത കർമ്മയുടെ പ്രഭാവമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ സോൾമേറ്റിനെയൊക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുള്ളൊരു ടൂളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ഇപ്പൊ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് മാർക്കറ്റിംഗ് ആണോ എന്ന് സംശയിക്കുന്നത്. അതായത് ടാരോട്ട് കാർഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇങ്ങനെ പല പല ജ്യോതിഷം കോൺഫറൻസുകളിലും പല പല പ്രോഗ്രാംസും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വരുന്ന മെജോറിറ്റി അസ്ട്രോളജേഴ്സിനകത്തും ഇപ്പം ഈ ഹീബ്രു ന്യൂമറോളജി അല്ലെങ്കിൽ ടാരോട്ട് കാർഡ് ഇതൊക്കെ
കേരളം അല്ലാതെ വരുന്ന സ്റ്റേറ്റിൽ നിന്നും ഇവർ വളരെ ഫെമിലിയർ ആണ്. യെസ്. കേരളത്തിനകത്ത് എത്രയോ പേര് നിരവധി പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാരോട്ട് കാർഡിൻ്റെ ഒരു പ്രസക്തി, ഇത് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. അതെ. സോ അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, അതിനെ പ്രോപ്പറായിട്ട് എന്താണ് ടാരോട്ട് കാർഡ് കൊണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ടാരോ കാർഡ് ശരിക്കും ജ്യൂസിന്റെ ഒരു മൊഡാലിറ്റിയാണ്. ആ ജ്യൂസിൽ നിന്നാണത് ഉരുത്തിരിഞ്ഞ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ടാരോ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് ഇതൊന്നും നോക്കില്ല. ജ്യൂസിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കാര്യങ്ങൾ അവർക്ക് പുറത്തേക്ക് വിടാൻ താല്പര്യമില്ല. അവർ കുറച്ച് റിജിഡ് മെന്റാലിറ്റി, അവരുടെ ആ ഒരു സൊസൈറ്റി അവരിൽ മാത്രം ഒതുങ്ങണം, അങ്ങനെയുള്ളൊരു ക്യാരക്ടേഴ്സാണ്. സോ അവരതൊന്നും പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നീട് അതിൽ നിന്ന് തന്നെ പുറത്തേക്ക് അത് അറിയണമെന്ന്, ഇപ്പം ചില പുനരുദ്ധാരണ ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്കും മനസ്സിൽ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ, അങ്ങനെ പുറത്തേക്ക് വന്ന ഒരു കാര്യങ്ങളാണ് ഈ ടാരോ കാർഡിന്റെ വരുന്നത്. സോ ഈസ്റ്റേണിൽ ഇപ്പം നമുക്കിപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ എടുക്കുകയാണെങ്കിൽ അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു സാധനം ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിലോ എന്തൊരു യാത്ര പുറപ്പെടണമെങ്കിലോ അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫസ്റ്റ് ടാരോ റീഡ് ചെയ്തതിന് ശേഷം മാത്രമേ അവരൊരു ഡിസിഷൻ എടുക്കുള്ളൂ. നമ്മളുടെ നാട്ടില് ജ്യോതിഷം എങ്ങനെയാണോ അല്ലെ, നമ്മളൊരു വീട് കെട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു തറക്കല്ലിടണമെങ്കിൽ സമയം നോക്കും. എത്ര വലിയ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞാലും അവരുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇത് പോയി രഹസ്യമായിട്ടെങ്കിലും നോക്കിയിരിക്കും ഇല്ലേ. ഇപ്പം ആസ് എ ക്രിസ്ത്യൻ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ വീട്ടിലൊക്കെ ഇതിനൊക്കെ ഭയങ്കര എതിരുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം അവര് സമയം നോക്കേ, ഇത് നോക്കുക അത് നോക്കിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ വളരെയധികം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് മതപരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ജീസസിന്റെ ഫാദർ നല്ലൊരു മരപ്പണിക്കാരനായിരുന്നു. മരപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ജ്യോതിഷം ഉണ്ടാവുമല്ലോ, അളവ് പോലും കാര്യങ്ങളും ഒക്കെ. ഇനി ജ്യോതിഷം ഉണ്ടായത് നമ്മുടെ കിഴക്ക് നിന്നുള്ള ഒരു പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്നാണെന്നുള്ളതും ബൈബിളിൽ പറയുന്ന കാര്യമാണ്. കാരണം ജീസസിന്റെ ജനന സമയം ഗണിച്ചിരുന്നത് അവരാണ്. അപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് നിഷിദ്ധമല്ല. അതേപോലെ തന്നെ ഹീബ്രു എന്ന് പറയുന്നത് ജ്യൂസിന്റെ ആണ്. ജ്യൂസും ഇത് വെച്ച് പറയുന്ന സമയത്ത് ഇത് രണ്ടും നല്ല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതിൽ നിന്ന് ഓരോ നമ്മൾ ഒരിക്കൽ ടാരോ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ടാരോ കാർഡ് എടുത്ത് പഠിക്കുക എന്നുള്ളത് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം നെറ്റിൽ ഇഷ്ടം പോലെ അതിന്റെ എന്താ പറയാ റിയൽ ആയിട്ടുള്ളതും ടൂൾസ് റിയൽ ആയിട്ടുള്ളതും ഉണ്ട്, ഫേക്കും ഉണ്ട്. അപ്പൊ അത് ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നല്ലൊരു ഗുരുവിന്റെ ശിക്ഷണത്തിൽ പോവുകയാണെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ നമ്മൾ ഗുരുവിനെ തേടാതെ ഈ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് പഠിക്കുന്നതാണോ ഇതിന്റെ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഗുരുവിന്റെ അണ്ടറിൽ പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് നല്ലൊരു ടാരോ റീഡർ ആകാം. അത് മാത്രമല്ല നല്ല രീതിയിൽ അവരുടെ ജീവിത ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ ടാരോട്ട് റീഡിങ്ങിനകത്ത് മുഹൂർത്തം നോക്കുന്നതല്ലാതെ സാധാരണ രീതിയിൽ ജ്യോതിഷം പോലെ തന്നെ ബാക്കിയുള്ള പേഴ്സണലൈസ്ഡ് നീഡ്സും പേഴ്സണലൈസ്ഡ് പ്രോബ്ലംസിനെയും അഡ്രസ് ചെയ്യാനുള്ള സോഴ്സസ് ഉണ്ടോ? എല്ലാം ടാരോയില് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പൊ ഒരു പേഴ്സണൽ ഇപ്പം ശനിദശ അല്ലെങ്കിൽ വീനസ് ആണോ പ്രശ്നം, അല്ലെങ്കിൽ ഏത് ഗ്രഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നത്, അതെല്ലാം നമുക്ക് ടാരോ റീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പം മാരേജ് ഫിക്സ് ചെയ്തു, ആ മാരേജിലുള്ള ആള് കറക്റ്റ് ആപ്റ്റ് ആണോ, ഇനി അത് യഥാർത്ഥത്തിൽ സോൾമേറ്റ് ആണോ, അതോ ഇനി ഇത്ര കാലം കഴിഞ്ഞിട്ട് അത് എന്തെങ്കിലും പ്രോബ്ലം ആവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഇനി ഒരു കുട്ടി ഒരു കോഴ്സ് എടുക്കുകയാണ്, ആ കോഴ്സ് മുന്നോട്ട് എങ്ങനെ പോകും, ആ കോഴ്സ് ഈ കുട്ടിക്ക് ബെനിഫിഷ്യർ ആണോ, അതോ ഈ കുട്ടി അതിൽ ഫെയിൽ ആവോ, ഇങ്ങനെ ഈ ലോകത്ത് എന്ത് കാര്യമാണോ ഉള്ളത് അതിനെല്ലാം റെമഡീസും, അതിന് റെമഡി ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയും ഇതിന് റെമഡി ഇല്ല, നിങ്ങൾ വേറെ അത് ഒന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിന്റെ പ്രോബ്ലം ആയിരിക്കാം, അപ്പൊ അത് നമുക്ക് എന്താന്നുള്ളത് അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറയാറുണ്ട്. എത്ര സമയം? 8 മിനിറ്റ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ. സാധാരണ ഒരു ജ്യോതിഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ടൂൾസിനപ്പുറം ഈ പറയുന്ന ടാരോട്ട് കേരളത്തിന് പുറമെ ഒരുപാട് ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ടാരോട്ടിന്റെ ഒരു എന്താ പറയുക ഒരു റിസൾട്ടും ഓതന്റിസിറ്റിയും വർഷങ്ങൾക്ക് മുമ്പ് പ്രൂവനാണ്. സോ എന്തായാലും ഇതെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതിലുപരി
നല്ലൊരു ടാരോട്ട് റീഡറിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജ്യോതിഷനാണ് നല്ലൊരു ടാരോട്ട് റീഡർ ആകേണ്ടത്. എക്സാക്ട്ലി. പൂർണ്ണമായിട്ടും 2 രീതിയിലുള്ള ഇൻപുട്ടിനെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു എന്താ പറയുക, ഫ്രണ്ടിൽ വരുന്ന ഒരു വിഷമം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടാകുന്ന ഒരാളെ നമുക്ക് സഹായിക്കാനുള്ള ഒരു 2 ഔട്ട്പുട്ട് നമുക്ക് അതിന് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കറക്റ്റ് ആണത് അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. നമ്മളൊരു നല്ല റെമഡിയാണ്. അല്ലെങ്കിൽ ആൾക്ക് നല്ല, നമ്മളിപ്പം എന്താ പറയാ, അതൊരു വെറുതെ ചെയ്യുന്ന ഒരു കാര്യമല്ല. ജ്യോതിഷമാണെങ്കിലും താരോ ആണെങ്കിലും ഡിവൈൻ എനർജി യൂസ് ചെയ്ത് ഇത് നല്ല രീതിയിൽ ഒരാൾക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് കർമ്മ അടിക്കുന്ന കാര്യമാണ്. അപ്പോഴാണ് നമുക്ക് കർമ്മ അടിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഡിവൈൻ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് മറ്റൊരാൾക്ക് ഉപകാരപ്രദമായിട്ട് വരുന്ന രീതിയിൽ മറ്റുള്ളവരുടെ കണ്ണുനീര് നമുക്ക് ഒരു തുള്ളി ഒപ്പാൻ സാധിച്ചാൽ അത്രയും ദൈവിക അനുഗ്രഹം എന്ന് ചിന്തിക്കുക. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സന്തോഷം. നന്ദി. നമസ്കാരം. താങ്ക് യു.